10 വർഷത്തെ പിണറായി ഭരണം അവസാനിക്കുവാൻ ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിച്ചിരിക്കെ തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് മുൻപൊരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ്. തങ്ങളുടെ കയ്യിൽ അധികാരമുള്ളതുകൊണ്ട് എന്തും തങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ വിനിയോഗിച്ച് ഏത് മാർഗത്തിലൂടെയും അധികാരത്തിൽ തുടരാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത് ജനാധിപത്യത്തിന്റെ തായ്വേരറക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാർ ഏത് മാർഗത്തിലൂടെയും മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്നതിന് സർക്കാരിൻ്റെ കയ്യിലുള്ള എല്ലാ മാർഗങ്ങളും ഉപാധികളും സകല നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ ദിവസവും മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശതകോടികൾ മുടക്കിയാണ് പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പട്ടികകൾ ഓരോന്നോരോന്നായി മുഖ്യമന്ത്രിയുടെ പൂർണ്ണകായ ചിത്രത്തോടുകൂടിയും സഹമന്ത്രിമാരുടെ ചിത്രങ്ങളോടുകൂടിയും അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്? രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനാണോ നികുതിദായകന്റെ പണം ഉപയോഗിക്കേണ്ടത്? ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നികുതി പണം, നികുതിദായകന്റെ ഈ പണം സ്വന്തം രാഷ്ട്രീയ കക്ഷികളുടെ അധികാര ലഭ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഹീനമാണ്, ക്രൂരമാണ്, നിയമവിരുദ്ധവുമാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കാനുള്ള ധാർമ്മികത, ഒരു നൈതികത ഒരു സർക്കാരിന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇവിടെ കേരളം പിറവി ആയതിനു ശേഷം 1956 മുതൽ എല്ലാ തരത്തിലുള്ള മന്ത്രിസഭകളും കൂടെ അധികാരത്തിലിരുന്നിട്ടുണ്ട്. ഇടതുപക്ഷ മന്ത്രിസഭ, ഐക്യജനാധിപത്യയുടെ വലതുപക്ഷ മന്ത്രിസഭ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള മന്ത്രിസഭ, കൂട്ടുമന്ത്രിസഭ, ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ മുൻപൊരിക്കലും ഒരു മുഖ്യമന്ത്രിയും തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുപണമെടുത്ത് ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, പ്രചരണം നടത്തി വീണ്ടും അധികാരത്തിൽ വരാനായി ശ്രമിച്ച ചരിത്രമില്ല, അനുഭവമില്ല. ഈ പിണറായി സർക്കാർ, പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി സർക്കാരാണ് ഇത്തരത്തിൽ അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ആർഭാടം നടത്തി അവസാനത്തെ ചില്ലിക്കാശ് പോലും എടുത്തു മാറ്റാനായി സർക്കാർ ശ്രമിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഈ സർക്കാരിനെതിരായിട്ടുണ്ടായിരിക്കുന്നത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. ഒന്നും ആവർത്തിക്കേണ്ടതില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നും ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി നിൽക്കുകയാണ്. അതിന്റെ ഒരു തുമ്പും കണ്ടെത്താനായി ഇത്രയും നാളത്തെ അന്വേഷണം കൊണ്ടും സാധിച്ചിട്ടില്ല. ഏതാണ്ട് 3-4 മാസങ്ങളായി പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കണ്ടെത്താനുള്ള ഒരു തരി സ്വർണം പോലും അവർക്ക് ഇത്രയും അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായി സാധിച്ചില്ല. വലിയ കേമമായ ഒരു ടീമാണ് ഈ SIT എന്നൊക്കെ പറഞ്ഞ് വലിയ വായ്ത്താരി മുഴക്കിയെങ്കിലും അതിപ്പോൾ ഏതാണ്ട് ജടയും പല്ലും നഖവും എല്ലാം നഷ്ടപ്പെട്ട ഒരു അന്വേഷണ സമിതിയായി മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും അതിൽ അന്വേഷണം നടത്തുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ സർക്കാരിന്റെ രാഷ്ട്രീയ കക്ഷി പെട്ടതായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇതിന്റെ പ്രതിപട്ടികയിൽ വരുമ്പോൾ ഈ സർക്കാരിലെ മുൻമന്ത്രിമാരും പിൻമന്ത്രിമാരും ഒക്കെ ഇതിനകത്ത് കക്ഷികളായി വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഗതി മാറ്റിവിടാൻ ബോധപൂർവമായി സർക്കാരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ പണം ചെലവഴിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നതിനായി ഈ സാധാരണ ജീവനക്കാരുടെ ഒക്കെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിച്ചെടുത്ത്, അതായത് ഡേറ്റ ചോരി എന്ന് വിശേഷിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്യന്തം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ജീവനക്കാരുടെ അനുവാദമില്ലാതെ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ യഥാർത്ഥത്തിൽ സ്പാർക്ക് എന്ന് പറയുന്ന ജീവനക്കാരുടെ ശമ്പളം, സ്ഥലംമാറ്റം, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിനായി മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് സ്പാർക്ക്. ആ സ്പാർക്കിൽ നിന്ന് ഈ ജീവനക്കാരുടെ വിവരങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുത്ത് തങ്ങളുടെ സർക്കാർ നടത്തിയതായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും യാതൊരു നാണവുമില്ലാതെ സാധാരണ ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയക്കുന്ന ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രചരണ രീതിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ പോലും അവർ നമ്മളെ ടെലിഫോൺ നമ്പർ ആവശ്യപ്പെടും. സാധാരണ വിവേകമുള്ളവരാരും ആ ടെലിഫോൺ നമ്പർ കൊടുക്കുകയില്ല. കാരണം ഈ ടെലിഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വ്യാപാരത്തിന്റെ പ്രോത്സാഹനത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ മുറതെറ്റാതെ നമുക്ക് നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് വ്യാവസായികമായ താല്പര്യം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും നമുക്ക് സന്ദേശം വരികയാണ്. നമുക്കൊരു താല്പര്യവുമില്ലാത്ത സന്ദേശം നമ്മുടെ സ്വകാര്യ കാര്യങ്ങളിൽ ബലം പ്രയോഗിച്ച് കടന്നു കയറി ഇതുപോലെയുള്ള പ്രചാരണങ്ങൾ വിടുന്നത് ധാർമ്മികമായി ശരിയല്ല, നൈതികതയില്ല, അതുപോലെ ഭരണഘടനാപരമായി ശരിയല്ല, ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ടെലിഫോൺ നമ്പർ, ജീവനക്കാരുടെ ടെലിഫോൺ നമ്പറും വ്യക്തിഗത വിവരങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ചോർത്തിയെടുത്ത് അവരെ രാഷ്ട്രീയ പ്രചാരകരാക്കി മാറ്റുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. അതിനെതിരായി ഇപ്പോൾ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിക്കാൻ അദ്ദേഹം ഒരുക്കങ്ങൾ നടക്കുകയാണ്. അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന്. കാരണം ഇതിനകത്ത് വളരെ വ്യക്തമായ ചട്ടലംഘനമുണ്ട്. ആരുടെയും സ്വകാര്യ വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ എടുത്തു മാറ്റാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ്, കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം നടത്തിയിരിക്കുന്നു, ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലേ. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും, കോടതിയിലെ ജഡ്ജിമാർക്ക് പോലും സന്ദേശങ്ങൾ പോവുകയാണ്. പേര് വിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സന്ദേശങ്ങൾ അയക്കുന്നത്. ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വിളിച്ച് ഇത്രയും തരംതാണ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയും മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള ഒരു രീതി സ്വീകരിച്ചിട്ടുമില്ല. ആരാണ് ഇതിനൊക്കെയുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകുന്നത് എന്നതാണ് വലിയ ചോദ്യം. രണ്ടാമത്തെ ഏറ്റവും വലിയ ചോദ്യമാണ്, സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ശതകോടികൾ മുടക്കി ഓരോ ദിവസവും ഈ മാധ്യമങ്ങളിലൂടെ സർക്കാരിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രചരണം അടിച്ചുവിടുകയാണ്. ഇവിടെ കോൺട്രാക്ടർമാർക്ക് ട്രഷറിയിൽ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസ്സാക്കി കൊടുക്കുന്നില്ല. ആശുപത്രികളിൽ മരുന്ന് കൊടുത്ത കമ്പനികൾക്ക് പണം കൊടുക്കുന്നില്ല. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല. എല്ലാ തരത്തിലും ബാധ്യതകളുള്ളപ്പോൾ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷന്റെ പല മേഖലകളിലുള്ളവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വലിയ വലിയ ബാധ്യതകൾ കിടക്കുന്ന ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ 2 മാസം മാത്രമുള്ളപ്പോൾ ഇതുപോലെ കോടികൾ ചിലവഴിച്ച് പരസ്യങ്ങൾ നടത്തുകയും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി സർക്കാരിന്റെ സംവിധാനങ്ങൾ കയ്യിലുള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കത്തക്കതല്ല. ഇതിനവർ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അധികാരത്തിൽ നിന്ന് പോയാൽ പോലും ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഈ കാര്യത്തിൽ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ട് വരും. അനുവാദമില്ലാതെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം പോലും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്.
അതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ആ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാണുന്നത് പോലെ നിസ്സാരപ്പെട്ട കാര്യമല്ല ഈ പറയുന്ന ഡേറ്റ മോഷണം. അതിലൊരു മന്ത്രിസഭയും ഒരു മുഖ്യമന്ത്രിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നത് വളരെയേറെ അപലപനീയമാണ്, തരം താണതാണ്, വില കുറഞ്ഞതാണ്. ഈ തരം മാർഗങ്ങൾ സ്വീകരിക്കാതെ നേരായ മാർഗങ്ങളിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള ധാർമ്മിക ബോധം, രാഷ്ട്രീയ സദാചാരം ബന്ധപ്പെട്ട ആളുകൾ കാണിക്കണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.